6 മാസം 5000 കോടി ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ രക്ഷകനായി 3 മലയാളം സിനിമകളും. 2023-നെ അപേക്ഷിച്ച് മൂന്നിരട്ടി വർധനയാണ് മലയാള സിനിമ ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നേടിയത്. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാര്യമായ നേട്ടമാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിന് ഉണ്ടായിരിക്കുന്നത്. 2024-ലെ ആദ്യ 6 മാസം ഹിന്ദി സിനിമകൾ ബോക്സ് ഓഫീസ് വരുമാനത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയപ്പോഴും തെന്നിന്ത്യൻ സിനിമകൾ മികച്ച പ്രകടനം കാഴ്ചവച്ചിരിക്കുകയാണ്. ഇതുവരെ കാണാത്ത വിജയക്കുതിപ്പാണ് മലയാള സിനിമയും മേഖലയും കാഴ്ചവച്ചിരിക്കുന്നത്. പ്രഭാസ് നായകനായ കൽക്കി 2898 AD ആണ് വിവിധ ഭാഷകളിലുടനീളം ശക്തമായ പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തെ പുനരുജ്ജീവിപ്പിച്ചത്. ഓർമാക്സ് മീഡിയയുടെ അർദ്ധവാർഷിക റിപ്പോർട്ട് അനുസരിച്ച് 2024-ന്റെ ആദ്യ പകുതിയിൽ 5000 കോടി രൂപയ്ക്ക് മുകളിലാണ് വിവിധ ഭാഷകളിലെ ഇന്ത്യൻ സിനിമകൾ ബോക്സ് ഓഫീസ് വരുമാനം നേടിയത്. 2023-ലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് വരുമാനത്തിൽ 3% കൂടുതലാണ് ഈ വർഷം ഇന്ത്യയിൽ നിന്ന് മാത്രം 772 കോടി രൂപ നേടി കൽക്കിയാണ് പട്ടികയിൽ മുന്നിൽ. ഈ വർഷത്തെ മൊത്തം ബോക്സ് ഓഫീസ് വരുമാനത്തിന്റെ 15%മാണ് ചിത്രത്തിന്റെ സംഭാവന. 2023-നെ അപേക്ഷിച്ച് മൂന്നിരട്ടി വർധനവ് മലയാള സിനിമ ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നേടി. 15%മാണ് മലയാളത്തിന്റെ ബോക്സ് ഓഫീസ് വിഹിതം. 2023-ൽ ഈ കാലയളവിൽ 5%മായിരുന്നു കേരളത്തിന്റെ സംഭാവന. ആവേശം ഇന്ത്യയിൽ നിന്ന് 101 കോടി, ആടുജീവിതം ഇന്ത്യയിൽ നിന്ന് 104 കോടി, മഞ്ഞുമൽ ബോയ്സ് 170 കോടി എന്നീ 3 സിനിമകളാണ് ബോക്സ് ഓഫീസ് വരുമാന വർധനവിൽ പ്രധാന പങ്കുവഹിച്ചത്. ഈ മാസത്തെ മൊത്തം വരുമാനത്തിന്റെ 60%വും സംഭാവന ചെയ്തത് കൽക്കി 2898 AD ആണ്. ജൂൺ മാസത്തിലാണ് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന വരുമാനം ഉണ്ടായത്. മുഞ്ച മഹാരാജ, ജാട്ട് ആൻഡ് ജൂലിയറ്റ് 3, ചന്തു ചാമ്പ്യൻ എന്നിവയാണ് ജൂൺ മാസം നേട്ടമുണ്ടാക്കിയ മറ്റു ചിത്രങ്ങൾ. 2024-ന്റെ ആദ്യ പകുതിയിൽ തമിഴ് സിനിമകളൊന്നും പട്ടികയിൽ ഇടം നേടിയില്ല. എന്നാൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 3 തമിഴ് സിനിമകളായിരുന്നു ആധിപത്യത്തിൽ ഉണ്ടായിരുന്നത്. തൽഫലമായി ഈ വർഷത്തെ മൊത്തത്തിലുള്ള വരുമാനത്തിൽ തമിഴ് സിനിമയുടെ സംഭാവന 5% കുറഞ്ഞിട്ടുണ്ട്. ഹിന്ദി സിനിമകളുടെ വരുമാനം 2% കുറഞ്ഞു. തെലുങ്ക് സിനിമകൾ സ്ഥിരത നിലനിർത്തി. കൽക്കിയെ കൂടാതെ ഹനുമാനും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക.